മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഇതാ ഒരു സുവർണാവസരവുമായി എത്തുന്നു. 0% പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷമെത്തിക്കൂ. ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ. മലബാർ ഓണം, സ്മാർട്ട് ഓണം. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 30 വരെയാണ് ഹെൽപ്പ് ഡെസ്ക്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കേരള വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 30 വരെയാണ് വിവിധ പഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കുന്നത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു തീവ്രയത്ന പരിപാടി ഇന്നു മുതൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ മായന്നൂര് ഡിവിഷൻ്റെയും അതുപോലെ എളനാട് ഡിവിഷൻ്റെയും ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹെൽപ്പ് ഡെസ്ക് വരുന്ന 30-ാം തീയതി വരെ നമ്മുടെ പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള പരാതികൾ പറയാനുള്ള പൊതുജനങ്ങൾക്കുള്ള അവസരമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ആദ്യമൊക്കെ പന്നികളുടെ ശല്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ആന വരെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വനം വകുപ്പും സർക്കാരും ഒക്കെ സംയുക്തമായി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ഒട്ടേറെ പരാതികളും സംശയങ്ങളും ഉണ്ട്. അപ്പം അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തീവ്രയത്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, N യശോദ, V ബേബി, R രാധ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PS പ്രശാന്ത് കുമാർ, KA ഇല്യാസ്, M ഗ്രീഷ്മ എന്നിവരാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ചുമതല വഹിക്കുന്നത്. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷൻ SFOയും പഞ്ചായത്ത് ഫെസിലിറ്റേറ്ററുമായ MK സനിൽ വിഷയാവതരണം നടത്തി. ഹെൽപ്പ് ഡെസ്കുകളിലൂടെ ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താനാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ജീവ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കേരളത്തിലുണ്ടാവുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള പരാതികൾ പഞ്ചായത്തിലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു നടപടിയുടെ ഉദ്ഘാടനമാണ് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മുരളീധരൻ സാറ് നിർവഹിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സെപ്റ്റംബർ മാസം 16 മുതൽ ഒക്ടോബർ 30 വരെയാണ് ഈ പദ്ധതികൾ സംസ്ഥാനത്തിനുടനീളം നടപ്പിലാക്കുന്നത്. CCV ന്യൂസ്, പഴയന്നൂർ.